പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വളരെ റോങ് കാര്യങ്ങളായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടു. ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ഫേക്ക് ആണെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം, ഇതിൽ ഇൻവോൾവ് ആയ എല്ലാവർക്കും അറിയാം. ആരും അത് സമ്മതിക്കുന്നില്ല. ബിക്കോസ് അത് എന്നോടുള്ള വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചത്. എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻ ഇൻഡിവിജ്വൽ. ബിക്കോസ് ഒരു സിനിമാ നടൻ എന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു പറയുന്നത് വളരെ റോങ് ആയ കാര്യങ്ങളാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവും ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വർഷത്തിൽ 5 പടം ചെയ്യുന്ന ആളല്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട്, റിലീസിന് സമയമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണ് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തമ്മിൽ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത്. ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ DGPക്ക് അയച്ചു കൊടുത്തത്. നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും. പെണ്ണാവും എനിക്ക് പേടിയുണ്ട്. സാധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാറില്ല. പക്ഷേ എന്നെ കുത്തിക്കൊല്ലുന്നും എന്നെ വധഭീഷണി നടത്തുന്നു. പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡിഫേമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് എന്നിട്ട് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇയാൾ ഇങ്ങനെ ചെയ്തു. ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ്. ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു 2 സൈഡ് വേർഷൻ ഉണ്ടല്ലോ. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. മേ ബി ഫെഫ്കയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു 4 ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും, പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട്. അതർവൈസ് ഐ ഡോണ്ട് നോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഐ എം ഹോൾഡിങ് ഓൺ ടു ദ ഗ്രൗണ്ട്. ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല. ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല. ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ. എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു വരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല, പക്ഷേ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിനെ വളരെ തേർഡ് റേറ്റ് PR സോ കോൾഡ് PR അല്ല, ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ്. ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഇതാണ് ഞാൻ ഇതിൽ ഇപ്പോഴും പറയുന്നത്.